കുരുമുളകും തെങ്ങും കാപ്പിയുമായിരുന്നു അന്നത്തെ പ്രധാന വിളകൾ. പിന്നീട് പതുക്കെ പതുക്കെ കൃഷിരീതിയിൽ മാറ്റം വരുത്തി. വാനില, ഏലം, ജാതി എന്നിവയും കൂട്ടത്തിൽ കൂട്ടി. നല്ല രീതിയിൽ രാസവളപ്രയോഗം നടത്തി കൂടുതൽ അളവിൽ വിളവുണ്ടാക്കുന്ന ഒരു സമൂഹത്തിലെ കണ്ണി തന്നെയായിരുന്നു ടോമിയും. അപ്പോഴാണ് പ്രകൃതി ജീവനത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഇടവന്നത്. നാട്ടിൽ ക്യാൻസർ രോഗബാധയുടെ അളവ് കൂടി വരുന്നത് പഠന വിഷയമാവുകയുണ്ടായി. ഞങ്ങളിവിടേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ അമിതമായി നല്ല രീതിയിൽ രാസവളം പ്രയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ പഞ്ചായത്തിൽ കൂടുതലായിട്ട് ഒത്തിരിയേറെ ആൾക്കാർ ക്യാൻസർ രോഗബാധയുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങളുടെ അന്വേഷണത്തിൽ അതിനെക്കുറിച്ച് ഒരു പഠനമൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു കാരണം ഇവിടുത്തെയുള്ള ഈ കീടനാശിനികളുടെ അമിതമായ പ്രയോഗവും അതുപോലെ കുടിവെള്ളം, ഇവിടെയൊക്കെ ഈ ചെറിയ കുളങ്ങളും അതുപോലെയുള്ള കുടിവെള്ള പദ്ധതികളാണ് നമ്മൾക്കിവിടെ പ്രയോജനപ്പെടുത്തുവാൻ ഉള്ളത്. നാട്ടുകാർക്ക് വലിയ ആഴമേറിയ കിണറുകളൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തിലാണ് ഇവിടെയുള്ള കൃഷികൾ, അതായത് ഏത്തവാഴ അതുപോലെയുള്ള കൃഷികൾ. ആ വാഴയ്ക്ക് കൃഷി രീതിക്ക് ഏറ്റവും വളരെയധികം ഫുർഡാൻ, ഫോറൈറ്റ് മുതലായ അതരയാപന ശേഷിയുള്ള മരുന്നുകൾ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു കാരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു പഠനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത്. തങ്കമണി ഭാഗത്തെ കിണറുകൾക്ക് പൊതുവെ ആഴം കുറവാണ്. ഏത്തവാഴയ്ക്കടിക്കുന്ന ഫ്യൂറഡാൻ പോലുള്ള രാസവസ്തുക്കൾ കിണറുകളിലെ കുടിവെള്ളം വഴി മനുഷ്യനിലെത്തുന്നുവെന്നത് ക്യാൻസറിൻ്റെ മൂലകാരണങ്ങളിലൊന്നായി ക്ലാസുകൾ ചർച്ച ചെയ്തു. ഒരു പുതുജീവിതത്തിലേക്കുള്ള കാൽവെപ്പിനെക്കുറിച്ച് ചിന്തിക്കുവാൻ ടോമിയെ പ്രേരിപ്പിച്ചതും പ്രകൃതി ജീവനത്തിൻ്റെ ക്ലാസുകളായിരുന്നു. വർഷങ്ങളായി തുടർന്നു പോകുന്ന രീതിയിൽ നിന്ന് ഒരു മാറ്റം. അതത്ര എളുപ്പമായിരുന്നില്ലെങ്കിലും ആ യുവാവ് ശ്രമിച്ച് വിജയിക്കുക തന്നെ ചെയ്തു. 1000 മൈലുകളുടെ ഒരു വലിയ യാത്ര ആരംഭിക്കുന്നത് ഒരു കാൽവയ്പിൽ നിന്നാണ് എന്നൊരു പഴമൊഴിയുണ്ട്. ആദ്യമൊക്കെ പലരും നിരുത്സാഹപ്പെടുത്തിയിട്ടും അത്തരമൊരു സാഹസികതയ്ക്ക് ടോമി തയ്യാറാവുകയാണുണ്ടായത്. ജൈവ കൃഷിക്കും പ്രകൃതി ജീവനത്തിനും തമ്മിൽ വേർതിരിക്കാനാവാത്ത ബന്ധമാണുള്ളത്. പ്രകൃതി ജീവനം അനുഷ്ഠിക്കുന്നവർക്ക് ജൈവ ഭക്ഷണം അത്യന്താപേക്ഷിതമാണ്. പ്രകൃതി ജീവനം നടത്തുന്ന അത് സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ കൃത്യമായും ജൈവ കൃഷി ചെയ്തേ മതിയാകൂ. കാരണം എന്താ വെച്ചാൽ ജീവിതത്തിൻ്റെ ആ ഒരു ശൈലി തന്നെ അതാ. അപ്പോൾ സ്വന്തമായി ഒത്തിരിയേറെ ഇതുപോലെയൊക്കെ കുറേ സ്ഥലമുള്ള ആൾക്കാർക്ക് ഒത്തിരിയേറെ ഈ പച്ചക്കറി അതുപോലെയുള്ള സാധനങ്ങൾ, ഫലവർഗ്ഗങ്ങൾ ഒക്കെ നമുക്ക് തന്നെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പേടിക്കാതെ ഭക്ഷിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ ജൈവ കൃഷിയിലേക്ക് തിരിഞ്ഞപ്പോൾ തന്നെ അതിശക്തമായ തിരിച്ചടികൾ ഈ കർഷകനെ കാത്തു നിൽക്കുകയായിരുന്നു. വർഷങ്ങളായി രാസവളം ശീലിച്ച പ്രകൃതി ജൈവ കൃഷിയോട് താതാത്മ്യം പ്രഖ്യാപിക്കുവാൻ വൈമനസ്യം കാണിച്ചു. ജൈവ കൃഷിയിലേക്ക് തിരിഞ്ഞതിലൂടെ എനിക്ക് എൻ്റെ വിളകളെല്ലാം തന്നെ പെട്ടെന്ന് ഒരു പുറകോട്ട് വരികയാണ് ചെയ്തത്. പെട്ടെന്ന് രാസവളം പ്രയോഗിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് രാസവളം നിർത്തി കഴിഞ്ഞപ്പോൾ അത് ഏറ്റവും പ്രകടമായി കാണുവാൻ എനിക്ക് സാധിച്ചത് എൻ്റെ തെങ്ങിലാണ്. പെട്ടെന്ന് തന്നെ ഉൽപ്പാദനം വളരെ താഴ്ന്നു പോയി. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രകൃതിയോട് മല്ലിട്ട് അതിനെ ഇണക്കിയെടുക്കുവാൻ ടോമിക്ക് സാധിച്ചു. തെങ്ങുകളിൽ ആവശ്യത്തിന് തേങ്ങ ഇപ്പോൾ വിളയുന്നുണ്ട്. മറ്റു കൃഷികളും നല്ല വിളഫലം തരുന്നു. ഭൂമിക്ക് മുറിവേൽക്കുമ്പോൾ വേദനിക്കുന്നത് കർഷകന് തന്നെയാണ് എന്ന ചിന്താഗതിയാവണം ജൈവ കൃഷിയിലേക്കുള്ള മനുഷ്യന്റെ മാറ്റത്തിന്റെ ഉറവിടം. മണ്ണിനെ നോവിക്കാത്ത കൃഷി സമ്പ്രദായമാണിത്. മണ്ണിൽ നിന്ന് കിട്ടുന്നത് മണ്ണിന് തന്നെ നൽകുന്ന രീതി. രാസവളങ്ങൾ ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല ഈ കൃഷി സമ്പ്രദായത്തിൽ. മണ്ണിര കമ്പോസ്റ്റ്, ചാണകം, അഴുകിയ വസ്തുക്കൾ, പ്രകൃതിജന്യമായ ഇതര സാമഗ്രികൾ കൊണ്ട് തയ്യാറാക്കുന്ന വളകീടനാശിനികൾ എന്നിവയാണ് ഇതിൻ്റെ കാതൽ വസ്തുക്കൾ. ഇത് മണ്ണിലെ ബാക്ടീരിയകളെ പരിപോഷിപ്പിച്ച് സസ്യങ്ങൾക്കാവശ്യമായ ഉത്തേജനം പ്രദാനം ചെയ്യിക്കുകയാണ് ചെയ്യുക. ജലസേചനവും ജൈവകൃഷിയുടെ നാഡീവേരുകളിലൊന്നു തന്നെ. മറ്റു സംസ്ഥാനങ്ങളിൽ ജൈവകൃഷി രീതിക്കുണ്ടായ വളർച്ചാ നിരക്കിനടുത്തെങ്ങും നമ്മുടെ കേരളത്തിന് എത്തിപ്പെടാനായില്ലെന്നത് വേദനാജനകം തന്നെയാണ്. ജൈവകൃഷി
മടിയന്മാരുടെ രീതിയല്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഇത് പൂർണ്ണമായി അവലംബിക്കുന്നതിന് നിരന്തരമായ പ്രയത്നം ആവശ്യമാണ്. കുറഞ്ഞത് 6-7 വർഷങ്ങളെങ്കിലും കഠിന ശ്രമം നടത്തേണ്ടി വരും. ഭൂമി പരുവപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങൾ സുഗമമാകുന്നു. മണ്ണിനെ സ്വാഭാവിക തനിമയിലേക്ക് എത്തിക്കുകയാണ് ആവശ്യം. പ്രകൃതി ജീവനം അനുഷ്ഠിക്കുവാനും കാര്യമായ അച്ചടക്കം അത്യന്താപേക്ഷിതം തന്നെ. ഇന്നത്തെ തിരക്കുകൾക്കിടയിൽ അത് നന്നേ ബുദ്ധിമുട്ടാണ്. പക്ഷേ കർഷകർക്ക് ഇത് ചെയ്യുവാൻ വലിയ ക്ലേശത വേണ്ടി വരില്ലെന്നാണ് ടോമി അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നത്. ഒരു 4-5-6 വർഷം വളരെയേറെ ഇങ്ങനെ പ്രയത്നിച്ച് ജൈവ കൃഷിയിലേക്ക് നാം എത്തിക്കഴിഞ്ഞ് മണ്ണിനെ അതിൻ്റെ പരുവപ്പെട്ട രൂപത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇത്രയും പ്രയത്നം ആവശ്യം വരില്ല. ഇപ്പോൾ രാസവളം പ്രയോഗിച്ചുകൊണ്ടിരുന്നത് അതൊരു കൺവെർട്ടിംഗ് പീരീഡാണല്ലോ. ആ സമയത്ത് നമ്മൾ കൂടുതൽ എഫർട്ട് ആവശ്യമാണ്. അത് കഴിഞ്ഞാൽ മണ്ണ് സ്വാഭാവിക തനിമയിലൊന്ന് എത്തിക്കഴിഞ്ഞാൽ, അതായത് മണ്ണിരെയും സ്വാഭാവികമായി മണ്ണ് ഇളക്കം ഉള്ളതായി വളക്കൂറുള്ളതായി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇത്രയും പ്രയത്നം ആവശ്യം വരില്ല. 1971 കോട്ടയത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളെ ഒന്നിച്ചു കൂട്ടി ഇടുക്കി ജില്ല രൂപീകരിക്കുന്നത്. അന്ന് പലയിടങ്ങളിൽ നിന്നും കുടിയേറിയവർ കൊണ്ടുവന്നത് പലതരം സംസ്കാരമായിരുന്നു. കൃഷിരീതികളിലും വിളകളിൽ പോലും ഈ വ്യത്യാസം പ്രകടമായിരുന്നു. എന്നാൽ ആ മിശ്ര കാർഷിക വ്യവസ്ഥിതിയിൽ പൊതുവായ ഒന്നുണ്ടായിരുന്നു: രാസവളങ്ങളുടെ അമിത പ്രയോഗം. സാമ്പത്തിക സ്ഥിരതയ്ക്ക് കൃഷിയെ മാത്രം ആശ്രയിച്ചവർക്ക് കൂടുതൽ വിള നിർബന്ധമായിരുന്നല്ലോ. താറാവിനെ പൊന്മുട്ട ഇടിയിക്കാനുള്ള തത്രപ്പാടിൽ ഫ്യൂറഡാനും യൂറിയയും ഫോസ്ഫേറ്റുമൊക്കെ യഥേഷ്ടം ഭൂമിയിൽ വീണു. താൽക്കാലികമായി അമിതവിള ലഭിച്ചെങ്കിലും ദുരിതങ്ങൾ കൂട്ടുകാരായെത്തിയപ്പോൾ പുതിയ രക്ഷപ്പെടലുകൾക്കായി അന്വേഷണം തുടങ്ങി. ഹൈറേഞ്ചിലെ യുവതലമുറ കണ്ടെത്തിയ അത്തരം പാതകളിലൊന്നായിരുന്നു ജൈവകൃഷി. ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ കാലാവസ്ഥയ്ക്കും മണ്ണിനും അനുയോജ്യമായ ഒരു പ്രത്യേക വിള മാത്രമേ കാണൂ. തങ്കമണിയിൽ ഏലം കൃഷി കൂടി വന്നെങ്കിലും അത് കാര്യമായ ഫലം ചെയ്യാത്തതിന് കാരണവും അതായിരിക്കാം. ഏലം നന്നാവാതെ വന്നപ്പോൾ ജാതി കൃഷിയിലേക്ക് ശ്രദ്ധ തിരിക്കുവാനായി ടോമിയുടെ ശ്രമം. ജൈവകൃഷി രീതി അപ്പോഴേക്കും ടോമിയുടെ പുരയിടത്തിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ജാതി നന്നായി വിളയുന്നു. കേട് തീരെ കുറവാണ്, ആദായവും കൂടുതലുണ്ട്. ജൈവകൃഷി ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യം ജാതിയാണ്. 7 വർഷമേ ആയുള്ളൂവെങ്കിലും ടോമിയുടെ പുരയിടത്തിലെ ജാതി മരങ്ങൾ നല്ല ഫലം തരുന്നവയാണ്. ജൈവവളം മാത്രമാണ് ഇവയ്ക്ക് നൽകി പോരുന്നത്. 10-12 വർഷം കഴിഞ്ഞാൽ മരം നന്നായി വളർന്ന് പന്തലിക്കുമെന്നതിനാൽ നിശ്ചിത അകലം സൂക്ഷിച്ചാണ് തൈ നട്ടിരിക്കുന്നത്. 10 വർഷം മുതൽ 70 വർഷം വരെ കായ് തരുന്ന ജാതി ഒരു ദീർഘകാല വിള കൂടിയാണ്. കാട്ടുജാതി വേരുകളാൽ സമ്പന്നമാണ്. നാട്ടുജാതിയിൽ ധാരാളം കായ്ഫലവുമുണ്ട്. അതിനാൽ ഇവയെ തമ്മിൽ ബെഡ് ചെയ്താണ് ടോമി നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. കാട്ടുജാതി ഏത് മലമണ്ടയിലും, അതായത് വെള്ളം കുറവാണെങ്കിൽ പോലും അതിന് പിടിച്ചു നിൽക്കുവാനുള്ള കരുത്തുണ്ട്. അപ്പോൾ നാട്ടുജാതിയേക്കാളും അതിൻ്റെ റൂട്ട് വളരെ ശക്തമാണ്. അപ്പോൾ അങ്ങനെ നല്ല വേരുപടലമുള്ളതുകൊണ്ട് നമുക്ക് ഇച്ചിരി അല്പം നന കുറഞ്ഞാലും അതിനെ സംരക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് കാട്ടുജാതിയിൽ നാട്ടുജാതി ഒട്ടിച്ച് നല്ല വിളവുള്ള ജാതി ഒട്ടിച്ചെടുക്കുക, ബഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൽ നന്നായിട്ട് വിളവ് കിട്ടുകയും ചെയ്യും. അതിനെ നമുക്ക് സംരക്ഷിക്കാൻ കൂടുതൽ എളുപ്പവുമുണ്ട്.